1965 में जो झगड़ा हुआ था ना, अक्षय कुमार का रोल अच्छा है. अक्षय कुमार उसका फ्रेंड्स का भी रोल अच्छा है. റഫ് ആൻഡ് ടഫ് ആണ്. റഫ് ആൻഡ് ടഫ് ധരിക്കും എന്ന് പറഞ്ഞിട്ട് പണ്ട് റഫ് ആൻഡ് ടഫ് എന്നൊരു ജീൻസ് ഉണ്ട്. ചവറ് പടങ്ങൾ ശരിയാണ്, അദ്ദേഹം കുറേ ചെയ്തു. പക്ഷേ ആ ഒരു ലീഗിലേക്ക് എന്തായാലും ഒരു അമ്മാവൻ വൈബ് ഇതും പിടിക്കുന്നതുമല്ല. सिनेमा कोला നല്ല अभिनय 1965 में जो झगड़ा हुआ था ना, उसके बारे में वो मूवी है. वो ठीक है, सही है. अक्षय कुमार अच्छा है, कोई मुश्किल नहीं है. पूरा अच्छा है मूवी. पुराना वाला जो इतिहास है ना, वो बताया गया है. बस ये एकदम मस्त. अक्षय कुमार का रोल अच्छा है. अक्षय कुमार उसका फ्रेंड्स का भी रोल अच्छा है. बढ़िया, एकदम अच्छा मूवी. अच्छा मूवी है. अच्छा मूवी है. अच्छा है मूवी सर. इतना नॉलेज नहीं मुझे उसके बारे में. സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇങ്ങനത്തെ സിനിമകളൊരു പ്രശ്നമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഒരു ടെംപ്ലേറ്റിൽ മാത്രമേ അവരെടുക്കാൻ പറ്റുള്ളൂ ഇങ്ങനത്തെ സിനിമകൾ. പ്രത്യേകിച്ച് അത് നടന്ന സംഭവത്തിനെ ബേസ് ചെയ്ത് അതിനൊരു ഫിക്ഷണലൈസ് ചെയ്തൊരു സിനിമയുടെ രൂപത്തിലാക്കി എടുക്കുമ്പോഴത്തേക്കും, കാരണം നമുക്ക് ഇതാണെങ്കിൽ നമുക്ക് ഇങ്ങനെ സംഭവിക്കാൻ പാടുള്ളൂ എന്നുള്ളൊരിതുണ്ട്. അപ്പം അതിൽ പരമാവധി ഒരു നല്ല രീതിയിൽ അവരെടുത്തിട്ടുണ്ട്. കാരണം ഇങ്ങനത്തെ സിനിമകളെന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇങ്ങനെ ഇന്ത്യ പാകിസ്ഥാനായിട്ടുള്ള ഒരു റിഫ്റ്റിൽ സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അറ്റാക്കിനെ കുറിച്ചുള്ള സംഭവിക്കുന്ന കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും പ്രധാനമായിട്ട് ഞാൻ ഇതിനു മുമ്പേ കണ്ടിട്ടുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അതിനാടകീയത കുത്തിക്കയറ്റും. അതായത് ഇപ്പം അവരുടെ ഫാമിലി, ശരിയാണ്, നമ്മളിപ്പം രാജ്യത്തിന് വേണ്ടി ഇപ്പോൾ സോൾജേഴ്സായിട്ട് നിൽക്കുന്ന അവരുടെ ഫാമിലി, ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും അത് പക്ഷേ സിനിമയിലേക്ക് വരുമ്പോഴത്തേക്കും അത് വല്ലാത്ത രീതിയിൽ കൊണ്ടുപോകും. അതെനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയിട്ടുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇതേ സമയം ഇറങ്ങിയ ഋത്തിക് റോഷൻ്റെ സിനിമ, ആ സിനിമയ്ക്കകത്തുള്ളൊരു എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയത് അതിനാടകീയതയാണ്. പക്ഷേ ഇത് അത്രയും ആ ഒരു എക്സ്റ്റെൻറ്റിലേക്ക് ഈ ഒരു സിനിമ പോകുന്നില്ല. ഫസ്റ്റ് ഹാഫ് വേറെ ഒന്നും കാണിക്കുന്നില്ല. പ്യുവർലി അവർ അറ്റാക്ക് നടന്ന ഒരു സംഭവത്തിന് മാത്രമാണ് അവർ കാണിക്കുന്നത്. ഇത് ശരിക്കും 1965 നടന്ന ഒരു എയർ സ്ട്രൈക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു കഥയാണ്. 1965 മുതൽ 1984 വരെ നീണ്ടു നിൽക്കുന്ന ഒരു 19 വർഷത്തിനിടയ്ക്കുള്ള കാര്യങ്ങളാണ് ഇതിനകത്ത് പറഞ്ഞു പോകുന്നത്. കൂടുതലും 65 കാര്യം, ആ ഒരു എയർ സ്ട്രൈക്ക് എങ്ങനെ നടന്നു, അങ്ങനത്തെ കാര്യങ്ങളാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഋത്തിക് റോഷൻ്റെ കഴിഞ്ഞ വർഷം ഇറങ്ങിയ സിനിമയുടെ ഈ ഒരു സിനിമയുടെ ട്രെയിലർ കണ്ടപ്പോൾ ആ ഒരു സിനിമയായിട്ട് കഥയ്ക്ക് കുറച്ചെന്തെങ്കിലും ഒരു സാമ്യത ഉള്ളതുപോലെ തോന്നി. എന്നാൽ തീർത്തും അല്ല, കുറച്ച് വ്യത്യാസമുണ്ട്. കുറച്ചെന്നല്ല, രണ്ടും തമ്മിൽ യാതൊരു വ്യത്യാസമില്ല. അത് പ്യുവർലി ഒരു ഫിക്ഷണൽ ആയിട്ടുള്ളൊരു സംഭവമാണെങ്കിൽ ഇതൊരു യഥാർത്ഥ സംഭവത്തിനെ എടുത്തിട്ട് കുറച്ചുകൂടെയൊക്കെ ഒന്ന് ഫിക്ഷണലൈസ് ചെയ്ത് എടുത്തു എന്നുള്ളതാണ്. പിന്നെ എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മെയിനായിട്ട് പോർട്രേ ചെയ്യുന്ന 2 ക്യാരക്ടേഴ്സ് ഉണ്ട്. അക്ഷയ് കുമാർ ചെയ്യുന്ന ഒരു ക്യാരക്ടറുണ്ട്, അതുപോലെ തന്നെ വേറെ കൂടെ അതിനെ മെയിൻ ലീഡ് ചെയ്യുന്ന മറ്റൊരു ക്യാരക്ടറുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സിനിമ കൂടെയാണിത്. വളരെ നല്ല രീതിയിൽ തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പോൾ സൗത്ത് ഇന്ത്യനാണ്. അപ്പോൾ ഒബ്വിയസ്ലി ഒരു ഹിന്ദി സിനിമകളിൽ നമ്മൾ എപ്പോഴും പറയുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്, ഒരു സൗത്ത് ഇന്ത്യൻ കൾച്ചറിനെ അവരെപ്പോഴും കാണിക്കുമ്പോഴത്തേക്കും ഒരു ഒതൻറ്റിക്കായിട്ട് കാണിക്കാൻ അവർ എവിടെയെങ്കിലുമൊക്കെ ഫെയിൽ ആവുന്നുള്ളൂ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. അത് ഇതിലും എനിക്ക് തോന്നിയിട്ടുണ്ട്. ഇതിൽ നടക്കുന്ന ഈ ഒരു രണ്ടാമത്തെ ഒരു ക്യാരക്ടറിൻ്റെ അഡാപ്റ്റേഷൻ എന്ന് വെച്ചാൽ റിയൽ ലൈഫ് ക്യാരക്ടറാണ്. ഇന്ത്യൻ എയർഫോഴ്സിൽ വർക്ക് ചെയ്തിരുന്നത്. അദ്ദേഹം കർണാടകയിലെ കൊടക് സ്വദേശിയാണ്. പക്ഷേ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഇത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നിയുള്ളൂ. അത് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ക്രിസ്പ് ആൻഡ് ക്ലിയർ ആയിരുന്നു. അല്ലാതെ വലിച്ചു നീട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. സിമ്പിളായിട്ട് തന്നെ ആ ഒരു സ്റ്റോറി അറൗണ്ട് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട്. പിന്നെ നെഗറ്റീവ് പറഞ്ഞപ്പോൾ വേറൊരു കാര്യം കൂടെ തന്നെ, ഇതിൽ CGI കുറച്ച് കാര്യങ്ങൾ തുടക്കത്തിൽ കാണിക്കുന്നുണ്ട്. ഒരു അറ്റാക്ക് നടക്കുമ്പോൾ ഒരു റെയിൽവേ ട്രാക്കിൽ ഒരു അറ്റാക്ക് നടക്കുമ്പോഴത്തേക്കും ട്രെയിൻ ഡിറൈലാവുന്ന കാര്യങ്ങളൊക്കെ, അതൊക്കെ ഭയങ്കര വളരെ അമച്വർ ആ ഒരു ഫീലായിരുന്നു എനിക്ക് തന്നത്. അതൊഴിച്ച് കഴിഞ്ഞാൽ എല്ലാവരുടെയും അനാവശ്യമായിട്ടുള്ള ഒരു കാട്ടിക്കൂട്ടലോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഇന്ന് കാണുന്ന ഒരു സിനിമയാണ്. പിന്നെ പ്രത്യേകിച്ച് അവസാനം എത്തുമ്പോഴത്തേക്കും ഇതൊരു റിയൽ ലൈഫ് ക്യാരക്ടേഴ്സിനെ ബേസ് ചെയ്തിട്ടാണ് ഇത് നടന്ന ഫുട്ടേജസും ഫോട്ടോഗ്രാഫ്സും ഇന്നത്തെ ഈ സിനിമയിൽ കാണിക്കുന്നതും കൊണ്ടുള്ളത് ചേർത്ത് വെച്ച് കാണിക്കുമ്പോഴത്തേക്കും നമുക്കൊരു നല്ലൊരു ഫീൽ ഓവറോൾ തരുന്നുണ്ട് ഈ സിനിമ. ഇത് നമുക്ക് വളരെ നല്ല രീതി, കാരണം ഈ സിനിമയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം അതാണ് ഞാൻ പറഞ്ഞു വന്നത്. കാരണം ഇതൊരു നടന്ന സംഭവങ്ങളെ എടുത്ത് അത് സിനിമയ്ക്ക് വേണ്ടിയിട്ട് എത്രത്തോളം അവർക്ക് ഫിക്ഷണലൈസ് ചെയ്യാൻ പറ്റും അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒരു ഓവർ ദ ടോപ്പോ അതിനാടകീയതയിലേക്കോ വെറും കരച്ചിലും പിടിച്ചിലും ഒക്കെ മാത്രമായിട്ട് പോകുന്നില്ല. ഇത് വളരെ മികച്ച ഒരു സിനിമ അനുഭവം തന്നെയാണ് എനിക്ക് ഇതിൽ നിന്ന് കിട്ടിയത്. നമുക്ക് എപ്പോഴും ഒരു മുൻധാരണയോടെ ഇപ്പോൾ അക്ഷയ് കുമാറിൻ്റെ സിനിമകളെന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സിനിമകൾ ഓൺ ആഫ്റ്റർ ഓൺ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടം. അങ്ങനെ കുറച്ചുകൂടെ അദ്ദേഹം ടൈം ഇൻവെസ്റ്റ് ചെയ്തിട്ട് കുറച്ച് സ്ക്രിപ്റ്റ് സെലക്ഷനൊക്കെ എടുത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ, കാരണം അദ്ദേഹം അറിയാമല്ലോ, പണ്ട് മുതൽ നമ്മൾ ചെറുപ്പം മുതൽ റഫ് ആൻഡ് ടഫ് ധരിക്കും എന്ന് പറഞ്ഞിട്ട് പണ്ട് റഫ് ആൻഡ് ടഫ് എന്നൊരു ജീൻസ് ഉണ്ടായിരുന്നു നമ്മൾ 90-കളിൽ 95, 96 സമയത്തൊക്കെ. അപ്പം മലയാളത്തിൽ ദൂരദർശനിലെ മലയാളം ഡബ്ബ് വരുമായിരുന്നു. അപ്പോൾ നമ്മൾ കൊച്ചായിരിക്കുമ്പോഴത്തേക്ക് നമ്മളിങ്ങനെ പറയും റഫ് ആൻഡ് ടഫ് ധരിക്കും
മീൻസ് ആ ഒരു സമയം മുതൽ നമ്മൾ അക്ഷയ് കുമാറിനെയൊക്കെ കാണുന്നതാണ്. അപ്പോൾ നമ്മളിപ്പം പെട്ടെന്ന് കുറച്ച് പേര് വന്നിട്ട് ഓൺലൈനിൽ കുറച്ച് ട്രോൾസ് ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ഞാനിങ്ങനെ ലെഗസി പറയുന്നതല്ല, ഒരു അമ്മാവൻ വൈബ് ഇതും പിടിക്കുന്നതുമല്ല. പക്ഷേ നമ്മളിങ്ങനെ കണ്ടുവരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ മോശം സിനിമകളെന്ന് തന്നെ പറയും, നല്ല സിനിമകളെന്ന് പറയും. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് എന്തതാണോ അത് അദ്ദേഹം പിടിച്ച് ചെയ്യുന്നുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ സ്ഥിരം മാനറിസം കാര്യങ്ങളൊക്കെ തന്നെയാണ്. അക്ഷയ് കുമാറിനെ തന്നെയാണ് ആ സ്ക്രീനിൽ കാണാൻ സാധിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ഒരു കഥാപാത്രത്തിന് വേണ്ടിയിട്ടൊന്നും അദ്ദേഹം ചെയ്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ വാക്കിംഗ് സ്റ്റൈലും കാര്യങ്ങളും ഇതെല്ലാം ടിപ്പിക്കൽ ഇത് തന്നെയാണ്, ടിപ്പിക്കൽ അക്ഷയ് കുമാർ തന്നെയാണ്. പക്ഷേ ഇതിനകത്ത് കഥയിലും സ്ക്രീൻ പ്ലേയും നല്ല രീതിയിൽ വർക്കൗട്ടായിട്ടുണ്ട്. സിനിമ ചവറ് പടങ്ങൾ ശരിയാണ്, അദ്ദേഹം കുറേ ചെയ്തു, പക്ഷേ ആ ഒരു ലീഗിലേക്ക് എന്തായാലും ഉൾപ്പെടുത്താൻ പറ്റാത്ത ഒരു സിനിമ തന്നെയാണ്. ഇത് നല്ല രീതിയിൽ നമുക്കൊരു ആസ്വദിച്ചാണ്. പിന്നെ വേണമെങ്കിൽ പറയാം ക്ലീശയാണ്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഇങ്ങനത്തെ സിനിമകൾ വരുമ്പോഴത്തേക്കും ആ ഒരു ടെംപ്ലേറ്റ് അല്ലാതെ വേറൊരു ടെംപ്ലേറ്റ് അവർക്ക്, അതായത് കാരണം ഇങ്ങനത്തെ കാര്യങ്ങൾ കാണിക്കുമ്പോഴത്തേക്കും അവർക്ക് സ്വന്തം ഇഷ്ടപ്രകാരം നമുക്ക് ഒരു രാജ്യത്തിൻ്റെ ഒരു ഇത് കാണിക്കുമ്പോഴത്തേക്കും പരമാവധി അവർക്ക് എത്രത്തോളം കുറേ അതിർവരമ്പുകൾ തീർച്ചയായിട്ടും ഉണ്ടാകും. അതൊക്കെ വെച്ചിട്ടല്ലേ അവരിങ്ങനെ സിനിമകൾ എടുക്കാൻ പറ്റുള്ളൂ. അപ്പം ആ ഒരു ലിമിറ്റ് ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും വളരെ നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആർമി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ബേസ് ആയിട്ടുള്ള ഒരു കഥകൾ പറയുമ്പോഴത്തേക്കും എപ്പോഴും നമ്മൾ പറയുന്നത് ബോർഡേഴ്സിന് വേണ്ടിയിട്ട് എപ്പോഴും വെയിറ്റ് ചെയ്യേണ്ടി വെക്കണം. അപ്പോൾ അത് ഈ ഒരു സിനിമയിൽ ആ ഒരു കാര്യം പരാമർശിച്ച് പോകുന്നുണ്ട്. കാരണം നമ്മൾ പീസ് ലവിങ് നേഷനാണ്, നമ്മളെപ്പോഴും അത് സർക്കാസ്റ്റിക്കലി തന്നെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. ഇപ്പം നമ്മളൊരു പീസ് ലവിങ് നേഷനാണ്, അപ്പം ബോർഡേഴ്സിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി നമുക്ക് അങ്ങോട്ട് കയറി അടിക്കും. ഇപ്പോൾ ഈ അടുത്ത കാലത്തൊക്കെ നമ്മളിപ്പം ഗുസ്കെ മാരേങ്കെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വേർഡ് ഇംഗ്ലീഷ് ഹിന്ദിയിൽ, അതായത് നമ്മൾ കടന്നു കയറി ആക്രമിക്കും. പക്ഷേ അന്ന് അങ്ങനത്തെ ഒരു ഇതില്ലായിരുന്നു. നമ്മൾ ഇങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ തിരിച്ച് അടിക്കുള്ളൂ എന്നുള്ളതൊരു ഇത്. അപ്പം ആ ഒരു അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് പറഞ്ഞു പോകുന്നുണ്ട്. പക്ഷേ നല്ല രീതിയിൽ തന്നെ എല്ലാവരും പെർഫോം ചെയ്തിട്ടുണ്ട്. കൂടുതലും ഇതിനകത്ത് വരുന്നത് ഈ അക്ഷയ് കുമാർ തന്നെയാണ്. തുടക്കം മുതൽ അവസാനം വരെ ആ ഒരു ക്യാരക്ടർ, ആ ഒരു അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറിലൂടെയാണ് ഈ സിനിമ ഇങ്ങനെ കഥ പറഞ്ഞു പോകുന്നത്. അപ്പോൾ റിയൽ ലൈഫ് ഇതും കൂടെയാണ്. അപ്പോൾ എല്ലാം കൂടെ എടുത്ത് നോക്കുമ്പോഴത്തേക്കും ഒരു നല്ലൊരു തിയേറ്ററിക്കൽ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് സിനിമയിൽ നിന്ന് കിട്ടിയത്.